അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം കപ്പൽ ചരിഞ്ഞു. കപ്പലിൽ നിന്നും ഓയിൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. കടലിൽ പതിച്ചത് ഗന്ധകമടങ്ങിയ മറൈൻ ഗ്യാസ് ഓയിൽ കണ്ടെയ്നറുകൾക്കുള്ളിൽ അപകടകരമായ വസ്തുക്കൾ എന്ന് മുന്നറിയിപ്പ്. കപ്പലിൽ 24 ജീവനക്കാരുള്ളതായി സൂചന. 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയും തീരസംരക്ഷണ സേനയും. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ പൊതുജനം തുടരുതെന്ന നിർദ്ദേശം. കണ്ടെയ്നർ കാസർഗോഡ് തീരത്തടിയാൻ സാധ്യത. പത്തനംതിട്ട കടമനിട്ടയിൽ 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. അയൽവാസിയും ആൺ സുഹൃത്തുമായിരുന്ന സജിലാണ് പ്രതി. 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. +2 വിദ്യാർത്ഥി ശാരികയെ തീ കൊളുത്തിക്കൊന്നത് 2017. പെട്രോൾ ഒഴിച്ച് കൊന്നത് കൂടെ പോകാൻ വിസമ്മതിച്ചതിന്. കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ മർദ്ദിച്ച കേസിൽ അച്ഛൻ ജോസ് അറസ്റ്റിൽ. അകന്നു കഴിയുന്ന അമ്മ തിരിച്ചുവരാൻ ചെയ്ത പ്രാങ്ക് വീഡിയോ എന്ന കുട്ടിയുടെ മൊഴി വിശ്വസിക്കാതെ പോലീസ്. 2 മക്കളുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തി. കുട്ടികളുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. 2 കുട്ടികളുടെയും കൌൺസിലിംഗിന് വിധേയരാക്കും. സംസ്ഥാനത്ത് കാലവർഷമെത്തി. കാലവർഷം നേരത്തെ എത്തുന്നത് 15 വർഷത്തിന് ശേഷം. ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 5 വടക്കൻ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. 11 ജില്ലകളിൽ മറ്റന്നാൾ റെഡ് അലർട്ട്. വിവിധ ജില്ലകളിൽ വിനോദസഞ്ചാരത്തിനും വിലക്ക്. അതീവ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി. കാലവർഷത്തിനൊപ്പം സംസ്ഥാനത്ത് മഴക്കെടുതികളും രൂക്ഷം. കോഴിക്കോട് അഴിയൂരിൽ നിർമ്മാണത്തിലിരുന്ന കിണർ ഇടിഞ്ഞ് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂരിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ശക്തമായ കാറ്റിൽ മരം വീണ നിരവധി വീടുകൾ തകർന്നു. കോട്ടയത്ത് മൊബൈൽ ടവർ തകർന്നു വീണു. കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം. കുഞ്ഞിനെ പീഡിപ്പിച്ച അച്ഛന്റെ സഹോദരനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. അമ്മയെയും അച്ഛന്റെ സഹോദരനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കൊലപ്പെടുത്തും മുൻപ് കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് ലൈംഗിക പീഡനത്തിന് ഇരയായതായി കണ്ടെത്തൽ. ഗുജറാത്ത് അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക്ചാരനെ BSF വധിച്ചു. പാക്ചാരരെന്ന് സംശയിക്കുന്ന 2 പേർ കൂടി ഉത്തർപ്രദേശിൽ അറസ്റ്റിൽ. പാക് ഷെല്ലിംഗിൽ പരിക്കേറ്റവരെ പൂഞ്ചിലെത്തി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആഗോള ഭീകരരെ സ്വന്തം പൗരന്മാരായി സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യ. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം കരുൺ നായർ ടീമിൽ.